നമസ്കാരം. സുന്ദരല്ലേ എല്ലാവരും? അപ്പോൾ നമ്മൾ കുറേ കണ്ടു നമ്മളിപ്പോൾ കുറച്ച് ആഴ്ചകളായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് നൗ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലിവർപൂൾ ഫുട്ബോളേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കാരണം അവരെ ആമസോൺ, പിന്നെ അമിത് ഭാട്ടിയ, പിന്നെ ഫേസ്ബുക്കിൻ്റെ കോ ഫൗണ്ടറുള്ള ഒരാളായിട്ടുള്ള കൺസോഷ്യം അവർ 30% ഷെയർ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. FSG പതുക്കെ ക്ലബിനെ വിട്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ നന്നായിട്ടാണ് ഇത്ര കാലഘട്ടത്തിൽ 2020 ക്ലബ് ബോളിന് ശേഷം 2026 വരെ വെൽ ഓയിൽഡ് മെഷീനായിട്ടാണ് തന്നെയാണ് ക്ലബിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഫിനാൻഷ്യലായിട്ട് വലിയ ക്രൈസിസുകൾ നമുക്ക് നേരിട്ടിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ട്രോഫീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടിട്ട് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു തിരിച്ചറിയാൻ സാധിച്ചത് ഈ FSG കൊണ്ട് കൂടിയാണ്. കാരണം അവർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മുടെ ടീമിനെ ഇത്രത്തോളം സെറ്റാക്കിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബാക്കിയിട്ടാണ് അവർ ടീമിനോട് വിട പറയാൻ പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു സീസണിൽ ഫുൾ എന്താ പറയുക, എല്ലാ ഏറ്റെടുക്കൽ നടക്കില്ല. ഘട്ടമായിട്ട് ഈ അമിത് ഭാട്ടിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കൺസോർഷ്യം ഈ ടീമിനെ ഏറ്റെടുക്കുന്നതാണ് വിശ്വസിക്കുന്നത്. നൗ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് FSG. പിന്നെ വരാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള ഒരാളായിട്ടുള്ള ജെഫ് ബെസോസും ഒക്കെയാണ് നമ്മുടെ ക്ലബ്ബിൽ വന്നിട്ട് നമ്മുടെ ക്ലബിനെ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിനപ്പുറം എന്ത് സന്തോഷമാണ് ഒരു ആരാധന നൽകി നമുക്ക് വേണ്ടത്. അനിശ്ചിതത്വങ്ങളുണ്ട് എങ്ങനെ ഇവർ ക്ലബിനെ റൺ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് അമേരിക്കൻ മുതലാളിസ് അങ്ങനത്തെ ആൾക്കാർക്ക് വന്നിട്ട് പല ക്ലബ്ബുകളും കളന്നുകൊണ്ടിട്ടുള്ള ചരിത്രമുണ്ട്. യുണൈറ്റഡ് നോക്കുകയാണെങ്കിൽ, ചെൽസി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അവരൊക്കെ അവരുടെ സ്ഥിതി നിലയ്ക്ക് നമുക്കറിയാവുന്നതാണ്. ഇനിയിപ്പോൾ പക്ഷേ അമിത് ഭാട്ടി തന്നെ പുള്ളിനെ ഭയങ്കര എനിക്ക് ആൾ ഫുട്ബോളിങ് സൈഡ് നോക്കിയും ആളെ പറ്റി കുറച്ച് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ എനിക്ക് ഭയങ്കര സാധിച്ചു. അതിൽ പുള്ളിനെ പറ്റിയിട്ട് ഭയങ്കര നന്നായിട്ടുള്ളൊരു അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഇതിനപ്പുറം ക്ലബിൻ്റെ ടേക്ക് ഓവർ ഏകദേശം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഫുള്ള് ക്ലബ്ബ് ഓരോണ്ട് FSGനോട് ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു വളർച്ച ക്ലബിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുതിയ കൺസോർഷ്യം വന്നിട്ട് പണമിറക്കി പുതിയ ട്രോഫികൾ അവർ നേരട്ടെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ്. ബൈ ദ വേ നമുക്ക് ഇനി ട്രാൻസ്ഫർ വാർത്തകളൊക്കെ കുറച്ചിങ്ങനെ പരത്തി പോകും. യാൻഡിയോ മൊണ്ടെ റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്തു. അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു, ടോപ്പ് 1 ട്രാൻസ്ഫർ റോഡ്രി ടു റയൽ മാഡ്രിഡ് ആയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ബാഴ്സലോണ സ്ട്രോങ്ലി അവരെ സ്വന്തമാക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഹൂലിയൻ ആൽവാരസ്, ഫെറാൻ ടോറസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ബാഴ്സയിൽ നിന്ന് PSG മൂവ് ഓണായി. ചെൽസി കുറച്ച് നല്ല സൈനിങ്സ് ചെയ്തിട്ടുണ്ട്. മാൻ യുണൈറ്റഡ് ടീലമെൻസിനെ മേടിച്ചു. പിന്നെ ആഴ്സണൽ ബ്രൂണോ ഗിമറാസിനെ മേടിച്ചു. ലിവർപൂൾ റൊണാൾഡോ റാഹായിട്ട് ഡീൽ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അങ്ങനെ കുറേ മൂവ്സ് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 2 ആഴ്ച കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരാഴ്ച മാത്രമാണ് ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സെപ്റ്റംബർ 1 വരെയാണ് നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനുള്ളതിൽ ഒരു 3 ആഴ്ച ഭയങ്കര ക്രൂഷ്യലായ ടൈമുണ്ട്. കുറേ പുതിയ പ്ലേയേഴ്സ് വരാനുണ്ട്. പിന്നെ കുറേ പുതിയ നമ്മളെ സ്വന്തം ടീമിൽ നിന്ന് കുറേ പ്ലേയേഴ്സ് പോകാണ്ട്. നമ്മൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്ത ട്രാൻസ്ഫേഴ്സ് എന്നുള്ള അതിൻ്റെ ഫ്രസ്ട്രേഷനും ഇതിനിടയിൽ ഞാൻ രേഖപ്പെടുത്താണ്. ബ്രാഡ്ലി ബാർക്കോള വരുമോ എന്നുള്ളൊരു അനിശ്ചിതത്വമുണ്ട്. പക്ഷേ സീസൺ അവസാനമാകുമ്പോഴേക്കും വരുമെന്ന് തോന്നുന്നു. പിന്നെ അഡ്രസ്സ് ചെയ്യുന്ന DM പൊസിഷനിലേക്ക് റൊണാൾഡോ റാഹയുടെ പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി, ഒരു എക്സ്പീരിയൻസ് എടുക്കുക വരുമെന്ന് വിശ്വസിക്കുന്നു. ഈ സീസൺ എന്നെ സംബന്ധിച്ചോളം ആൻഡോണികളാക്കി ഞാൻ കൊടുക്കുന്നൊരു സീസണാണ്. പുള്ളിക്കാരെ കാണാൻ വേണ്ടി മാത്രം കാണുന്ന സീസണാണ്. എനിക്ക് പ്രത്യേകിച്ച് ആളുകൾ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫുട്ബോളിൽ കണ്ടാൽ മതി. എങ്ങനെയാണ് പുള്ളിക്കാരൻ ഈ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആളുകൾ കളിപ്പിക്കുന്നത്, അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോ, കാണണം, ഈ ചാനലൊന്ന് കാണണം. ഓക്കെ, ബൈ.